ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകളെല്ലാം നമ്മളിൽ നിന്നും സ്വാലിഹായ കർമ്മങ്ങളായി അവൻ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളറിയാതെ നമ്മളിൽ നിന്നും റമളാനിൻ്റെ പകുതി കഴിഞ്ഞു പോയിട്ടുണ്ട്. 10-15 ദിവസം കഴിഞ്ഞു പോയോ എന്ന് സമയത്തിൻ്റെ ദൈർഘ്യം, സമയം 24 മണിക്കൂറും 15 ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ദൈർഘ്യം വെച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പാരായണം എവിടെയും എത്തിയിട്ടില്ല. കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു, കുറെ ഓതി തീർക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ തറാവീഹ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ചില ദിവസങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു. ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹു സ്വീകരിക്കുവാനുള്ള, പാപം പൊറുക്കുവാനുള്ള നോമ്പും നമസ്കാരവുമൊക്കെ, രാത്രി നമസ്കാരവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അതിൻ്റെ പരിപൂർണതയിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്കൊക്കെ പരിഭവമുണ്ടാകും. പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങൾ വന്നുപോയ പോരായ്മകൾ അതെല്ലാം പരിഹരിച്ച് നീങ്ങാനുള്ള ദിവസങ്ങളാണ്. ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കൂട്ടരെ കുറിച്ച് പറഞ്ഞ പോലെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ, ഈ റമളാൻ കൊണ്ട് വിജയം വരിക്കാതെ ശവ്വാലിലേക്കെത്തുന്ന ആ ഹതഭാഗ്യന്മാരുടെ അവസ്ഥ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നടത്തേണ്ടത്. നമ്മളെ ഇബാദത്തുകൾക്ക് കൂടുതൽ സഹായിക്കുന്ന ഘടകമാണ് തൗബ എന്നുള്ളത്. ഇബാദത്തുകൾക്ക് നമ്മളെ കൂടുതൽ സഹായിക്കുന്ന ഘടകം. കാരണം പാപങ്ങളുള്ള ഹൃദയം നന്മ ചെയ്യാൻ ആ ഹൃദയത്തിന് ഒരുക്കമുണ്ടാവുകയില്ല, തൗഫീക്ക് കിട്ടാതെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ പരീക്ഷണം എന്നാൽ സാമ്പത്തികമായോ ശാരീരികമായോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ ഉള്ള പരീക്ഷണമല്ല, മറിച്ച് അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ തൗഫീക്ക് കൊടുക്കാതിരിക്കും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു, അവനെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്ത് ഇസ്തഅമലഹു റസൂലേ, എന്താണ് ആ ഇസ്തഅമലഹു? അല്ലാഹു നന്മകൾ ചെയ്യാൻ തൗഫീക്ക് കൊടുക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഓതാൻ പറ്റുന്നില്ല, പള്ളിയിലേക്ക് കുറച്ചു നേരം വന്നിരിക്കാൻ തോന്നുന്നില്ല, ദിക്റുകൾ ചെല്ലാൻ അപ്പോൾ ഉറക്കം വരുന്നു, പ്രഭാത ദിക്റുകൾ തീരെ ചൊല്ലിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും നേരത്തെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സമയം കണ്ടെത്തണം. അതിന് പറ്റിയ ഏറ്റവും നല്ല ഇടത്തിലാണ് നമ്മളുള്ളത്, ഏറ്റവും നല്ല സമയത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എമ്പാടും പറഞ്ഞു. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ആത്മാർത്ഥമായ തൗബ, അതര വ്യായാമമല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വെറുതെ പറയുകയില്ല. ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, ഹറാമുകൾ, വൃത്തികേടുകൾ അത് പടച്ചിറപ്പിനോട് ഏറ്റു പറഞ്ഞ് കരഞ്ഞ് വിറക്കുന്ന ചുണ്ടുകളുമായി പൊട്ടുന്ന കൽബുമായി രാത്രിയുടെ അവസാന സമയങ്ങളിൽ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാറിലാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. തുറക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അതുപോലെ ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ ഉള്ള സമയത്ത് ഇജാബത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇജാബത്തിന്റെ സമയങ്ങൾ പഠിപ്പിച്ചു.
അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ആ സമയങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും നല്ല മാസത്തിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ തൗബയുടെ മാസമാണ്. ഈ സമയത്ത് നമ്മൾ അതിന് സമയം ചെലവാക്കണം. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കുന്നവരായേക്കും. വിജയത്തിന്റെ നിദാനമാണ് പ്രിയമുള്ളവരെ തൗബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കണക്കില്ലാതെ പാതകം ചെയ്ത്, തെറ്റുകൾ ചെയ്ത, തോന്നിവാസങ്ങൾ ചെയ്ത, മലിന ജീവിതം നയിച്ച, തന്റെ സാമ്പത്തിക രംഗത്ത്, രഹസ്യ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലുണ്ടോ അവിടെയൊക്കെ മോശപ്പെട്ട ജീവിതം നയിച്ചു പോയിട്ടുള്ള ആളുകളെ നിങ്ങൾ നിരാശപ്പെടണ്ട. അള്ളാഹ് എല്ലാം പുറത്തു തരും. അള്ളാഹ് പുറത്തു തരുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരുമോ? എന്നെ ഇനി ശ്രദ്ധിക്കുമോ? എന്റെ കാര്യം പരിഹരിക്കുമോ? ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചീത്ത ചിന്തയാണ്. എത്ര കാലമായി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ രോഗം ഇതുവരെ മാറിയിട്ടില്ല, സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലാണ്, കച്ചവടം തകർന്നു, കടവും കടത്തിന്റെ മേൽ കടവുമായി ജീവിക്കുന്നു, ഒന്ന് കരയേറ്റി തരാൻ പടച്ചിറപ്പിനോട് എത്രയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി എനിക്കൊന്നും പ്രതീക്ഷയില്ല. പാപികളായ ചില ആളുകൾ പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല. ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ പറയുന്നു എനിക്ക് പ്രതീക്ഷയില്ല. ആരെക്കുറിച്ചായി പറയുന്നത്? ആരെക്കുറിച്ചായി പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ, അല്ലാഹുവിന്റെ തുറവിൽ പ്രതീക്ഷയില്ലാത്ത കാഫിറുകളായ ആളുകളാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നുണ്ട്, ബിൻയാമീനെയും നഷ്ടപ്പെട്ടപ്പോ, മോനെ, മക്കളെ, ബിൻയാമീനെ പോയി നിങ്ങൾ അന്വേഷിക്കണം, എന്താണ് ആ കുഞ്ഞിന്റെ അവസ്ഥ, മകനെ നമുക്ക് തിരിച്ചു കിട്ടണം. ആ സമയത്ത് നിങ്ങൾ യൂസുഫിനെയും അന്വേഷിക്കണം, എത്ര കാലമായി യൂസുഫ് നഷ്ടപ്പെട്ടിട്ട്. എന്നിട്ട് ആ പിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, കാഫിറുകൾ മാത്രമേ അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ നിരാശപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹ് പറയുന്നു, ഇന്നല്ലാഹ യഖൂലു തആല അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ധരിച്ചു വശമായിട്ടുള്ളത് അതാണ് ഞാൻ. എനിക്കിനി പ്രതീക്ഷയൊന്നുമില്ല, ഈ രോഗം മാറുന്ന പ്രതീക്ഷയില്ല, എന്നാ മാറൂല. ഞാൻ സാമ്പത്തികമായി കരകയറൂല എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്, കരകയറൂല. ഈ ഹദീസിന്റെ വിശദീകരണം, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ പ്രിയമുള്ള സഹോദരികളെ മനസ്സിലാക്കുന്നത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിലപാടെടുക്കുന്നത്. ആ നിലപാടിലായിരിക്കുമെന്നാണ്. പ്രവാചകന്മാർ നിരാശപ്പെട്ടിട്ടില്ല, സലഫ് സ്വാലികൾ നിരാശപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാ കുഞ്ഞുണ്ടായത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാ കുഞ്ഞുണ്ടായത്? ഏത് ഗർഭാശയത്തിലാണ് കുഞ്ഞുണ്ടായത്? ബദറിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കൈവടിഞ്ഞില്ല, അള്ളാഹുവിന്റെ സൈന്യത്തെ ഇറക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീരെ തണുപ്പാക്കി. ഈ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത്ഭുതകരമായ ഇടപെടൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്തഖീങ്ങളിൽ അല്ലാഹു ഇടപെടും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമ്പത്തികമായി വല്ലാത്ത സുസ്ഥിതിയുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ അടുത്ത, അള്ളാഹുവിന് വേറെ വേണ്ടപ്പെട്ട പ്രവാചകനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഉദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ അടിമയായ അയ്യൂബിനെ കുറിച്ച് നിങ്ങൾ ഓർത്തില്ലേ? 18 വർഷക്കാലമാണ് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചത്. നല്ല സമ്പത്തുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, വളമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കിട്ടിയ സമ്പത്ത് കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ ആളുകളെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുമായിരുന്നു. 18 വർഷം ഒരു ചർമ്മരോഗം വന്നു, ആരും അടുക്കാത്ത രീതിയിൽ, അത്രയധികം ഭീകരമായ രോഗം. എത്ര 1, 2, 3, 4, 5, 10 അല്ല, 18 വർഷം തന്റെ കൂടെ ഭാര്യ മാത്രം ബാക്കിയായി. തന്റെ ഭാര്യ മാത്രം ബാക്കിയായി. നിരാശപ്പെട്ടോ? ഇല്ല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു ഇന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും പ്രാർത്ഥനയുടെ വിഷയത്തിൽ പടച്ചറപ്പിന്റെ റഹ്മത്ത് തനിക്ക് വരാതിരിക്കുകയില്ല, എനിക്ക് വരും, യാതൊരു സംശയവുമില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചറബ്ബേ, എന്നെ ദുർറ് ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണല്ലോ, എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ നിന്റെ റഹ്മത്തിൽ. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യ അദ്ദേഹത്തെ പോറ്റിയത് ഹദീസുകളിൽ കാണുന്നുണ്ട്. രാവിലെ ജോലിക്ക് പോകും വീടുകളിൽ. വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച ആളുകൾ രാവിലെ ജോലിക്ക് പോകും തന്റെ ഭാര്യ. എന്നിട്ട് അദ്ദേഹത്തിനുള്ള ഭക്ഷണവുമായി കൊണ്ടും മരുന്നുമായി കൊണ്ടും അവർ മടങ്ങി വരും എന്നാണ്. അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിനെ അവർ നോക്കിയത്. ഇട്ടറിഞ്ഞു പോയില്ല.
എന്നിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെയുള്ള സ്ഥലത്തേക്ക്, സാധാരണ ആക്കി കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആക്കി തിരിച്ചു പോരുകയാണ്. ഭാര്യ കാത്തു നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. ഈ സമയത്ത് അള്ളാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, ഉർഖുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. അയ്യൂബ്, താങ്കളുടെ കാലുകൊണ്ട് ആ ഭൂമിയിൽ ചവിട്ടുക. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഉറവയുണ്ടാകും, അത് കുടിക്കണം. ഷറാബാണ്, കുടിക്കണം, ശരീരത്തിൽ പുരട്ടണം. മറ്റൊരു വായത്തിൽ കാണാം, മറ്റൊരു സ്ഥലത്തും ചവിട്ടാൻ പറഞ്ഞു. അവിടുന്ന് ഒരു ഉറവുണ്ടായി, അതും കുടിച്ചു, ശരീരത്തിൽ പുരട്ടി. ശാരീരികമായ പ്രശ്നങ്ങളും ആന്തരികമായ പ്രശ്നം, അഥവാ ശരീരത്തിന് പുറത്തുള്ള പ്രശ്നങ്ങളും ഉള്ളിലുള്ള പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ സമയം കൊണ്ട് 100% ഭേദമാക്കി കൊടുത്തു. തിരിച്ചു വരാത്ത അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നില്ല, തിരിച്ചു വരുന്നില്ല, കാണുന്നില്ല, കാത്തു നിൽക്കുകയാണ്. ഭാര്യ എല്ലാവരോടും ചോദിക്കുകയാണ്. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ആ ഭാഗത്തും തന്റെ ഭർത്താവ് പോയ ഭാഗത്തും തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, ബാറക്കല്ലാഹു ഫീക ഹൽ റഅയ്ത നബി അല്ലാഹി ഹാദാ മുബ്തല. അല്ലാതെ പരീക്ഷിക്കപ്പെട്ട അള്ളാന്റെ പ്രവാചകനായ അയ്യൂബ് നബി അങ്ങോട്ട് പോയിരുന്നു, ആ ഭാഗത്തേക്ക്. നിങ്ങൾ വരുന്ന ഭാഗത്തേക്കാണ് പോയത്, നിങ്ങൾ കണ്ടോ? അവിടെ എങ്ങാനും ഉണ്ടോ? കുറെ നേരമായി കാത്തിരിക്കുന്നു. ഇല്ല, കാണാനില്ല, നിങ്ങൾ കണ്ടോ എന്നാണ് അയ്യൂബ് നബിയുടെ ഭാര്യ ആ മനുഷ്യനോട് ചോദിക്കുന്നു. ഒരു നല്ല സുന്ദരനായ മനുഷ്യനാണ് തിരിച്ചു വരുന്നത്. എന്നിട്ട് ആ ഭാര്യ പറയുന്നുണ്ട്, ഫവല്ലാഹി അലാ ദാലിക മാ റഅയ്തു റജുലൻ അശ്ബഹ മിൻക. അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങളെപ്പോലെ തന്നെയുണ്ട്. ഇത് കുൻതു സ്വഹീഹൻ, താങ്കൾക്ക് ഒരു രോഗവും ഇല്ലെങ്കിൽ, എന്റെ ഭർത്താവിന് ഒരു രോഗവും ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല ശരീരമുണ്ട്, നിങ്ങളെ കാണാൻ നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ൽ കിട്ടിയ ആളാണ്. നിങ്ങളെപ്പോലെ തന്നെ മുഖശൈപ്പുള്ള, മുഖക്കോലുള്ള, അതേപോലെ തന്നെ രൂപമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടുകണോ എന്നാ ചോദിച്ചത്. ഈ സമയത്ത് അയ്യൂബ് നബി പറയാണ്, അതെ, ഫഇന്നി അനഹു, ഞാൻ അയ്യൂബാണ്. മലമൂത്ര വിസർജനത്തിന് പോയൊരു മനുഷ്യൻ തിരിച്ചു വരുന്നത് അള്ളാഹുവിന്റെ അത്ഭുതം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ്. ഹദീസുകളിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് 2 ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. ആളുകളെ സഹായിക്കാൻ, ഒന്ന് ബാർലിയുടെയും ഗോതമ്പത്തിന് അതിൽ നിറച്ചിട്ടാണ് പാവങ്ങൾക്ക് കൊടുക്കാറുള്ളത്. ആ 2 ധാന്യപ്പുരകൾക്ക് മുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മേഘങ്ങളെ കൊണ്ടുവന്നു. ഒരു മേഘത്തിൽ നിന്നും ധാന്യങ്ങളായിക്കൊണ്ട് സ്വർണവും, മറ്റൊരു മേഘത്തിൽ നിന്ന് ധാന്യമായിക്കൊണ്ട് വെള്ളിയും ഒഴുകുകയും മഴയായി പെയ്തിറങ്ങുകയും അദ്ദേഹത്തിന്റെ ധാന്യപ്പുരകൾ നിറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വവഹബ്നാ ലഹു അഹ്ലഹു വമിത്ലഹു മാഹും റഹ്മത്തൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമായിക്കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതവും സുഖവും സൗകര്യങ്ങളും പടച്ച റബ്ബിന്റെ റഹ്മത്തും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അതേ, റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ, ആബിദുകളായ ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് പാഠമായിക്കൊണ്ട്. എനിക്കും നിങ്ങൾക്കും തഖ്വയുണ്ടോ പ്രിയമുള്ളവരെ? പടച്ച റബ്ബിൽ പ്രതീക്ഷയുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും കാണും. നിരാശപ്പെടണ്ട. അതുകൊണ്ട് എന്ത് തെറ്റുകളുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഏറ്റു പറയാനും, റബ്ബിന്റെ പ്രതീക്ഷയിൽ ഒരിക്കലും ആ പ്രതീക്ഷ ഇല്ലാത്ത നിഷേധികളുടെ, കുഫറിന്റെ ആളുകളുടെ മനോഗതി ഒരിക്കലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം എന്ന് ഈ കഥകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഏത് പാപവും പടച്ച റബ്ബ് പുറത്തു തരും, എന്ത് പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം പ്രിയമുള്ളവരെ. അള്ളാഹിനോട് ആത്മാർത്ഥമായി നമ്മൾ പടച്ച റബ്ബിനോട് ഖേദിച്ചു മടങ്ങണം. അത്തായിബു മിൻ ദബ്ബി കമല്ലാ ദംബല. അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മായ്ച്ചു കളഞ്ഞാൽ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയായി എന്ന് മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവൻ ചെയ്ത തോന്നിവാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത പാപങ്ങൾ നന്മകളായി പരിവർത്തിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ്! ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റുന്നു. ഇതാണ് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശവപ്രാർത്ഥന നടത്തിയവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. റമളാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ? പാപങ്ങൾ പൊറുക്കപ്പെടും. അങ്ങനെയാണോ? അതേപോലെ തന്നെ നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് ഉന്മേഷത്തോടുകൂടി ശരിയാം വണ്ണം റൂഹോടുകൂടി നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനു പുറമെ പാപമോചനം ധാരാളമായിക്കൊണ്ട് അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാപ്പിരിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, തൗബ ചെയ്യാൻ, നസൂഹായ തൗബ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്.
നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി നമുക്ക് എപ്പോഴും ചിന്ത, ഞാനൊക്കെ ഇത്ര എവിടെ തെറ്റിയത്, എവിടെ പത്തിന്റെ ചെറിയ തെറ്റുകൾ, അതൊക്കെ നിസ്കാരത്തിലൂടെ നോമ്പിലൂടെയൊക്കെയാണ് പൊറുക്കപ്പെടൂലേ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, അനിബിനു ഉമറ ഇൻ കുന്നാ നഅഉദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന ഒറ്റ സിറ്റിംഗിൽ, ഒരു ദർസിന്റെ സിറ്റിംഗിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സിറ്റിംഗിലോ ഞങ്ങൾ എണ്ണുമായിരുന്നു റസൂലുള്ളാഹിന്റെ ഇസ്തിഗ്ഫാറിന്. ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ റസൂലുള്ള, അഥവാ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഉള്ള അവർക്ക് ഉപദേശിക്കുന്ന ഒരു സിറ്റിംഗിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു 100 പ്രാവശ്യം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് റസൂലുള്ള പറയുന്നത്, തെറ്റ് ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത, തെറ്റ് ചിന്തിക്കാത്ത അഷ്റഫുൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പടച്ചോൻ എനിക്ക് പുറത്തുണ്ടാവും, എന്റെ തൗബനെ സ്വീകരിക്ക് റബ്ബേ, എന്നോട് കരുണ കാണിക്ക് റബ്ബേ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ തന്നെ 100 പ്രാവശ്യമൊക്കെ പറയുന്നത് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, തൗബ ചെയ്യുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക. കേവലം ആദര വ്യായാമമല്ല, അള്ളാഹു എനിക്ക് പുറത്തിറങ്ങിയെന്ന് പറയല്ല. ആത്മാർത്ഥമായി പടച്ചറബിനോട് തെറ്റുകളും കുറ്റങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ചറബിന്റെ വാതിൽ മുട്ടിക്കൊണ്ട് പടച്ചറബെ ഏറ്റെടുക്കണേ, ഇതെല്ലാം പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി പറയാൻ ഒറ്റയ്ക്കിരുന്ന് ആരും കാണണ്ട. രാത്രിയുടെ അവസാന സമയങ്ങളിൽ പടച്ചറബും താനും മാത്രമായി കൊണ്ട് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി ശവ്വാൽ പിറവി കാണാനുള്ള തൗഫീക്ക് നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് തൗബ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ശ്രേഷ്ഠതകൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലങ്ങൾ, മെച്ചങ്ങൾ എത്രയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഒന്ന്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങൂല. പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പക്ഷെ അദാബായിട്ടുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സംരക്ഷണങ്ങളും അവർക്കുണ്ടാകാം എന്നർത്ഥം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സമ്പത്തില്ലാത്തവരാണോ, മക്കളില്ലാത്തവരാണോ, അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണോ, എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. ദുനിയാവിന്റെ പുരോഗതിയും പരലോകത്തിന്റെ പുരോഗതിയും ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നൂഹ് നബിയുടെ സംസാരമായി കൊണ്ട് തന്റെ പ്രബോധിത വിഭാഗത്തോട് നൂഹ് നബി പറഞ്ഞു, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഗഫാറായ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അങ്ങനെയാണെങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? മഴമേഘങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴയെ തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തരും. മക്കളില്ലാത്തവരാണോ നിങ്ങൾ? അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും. സമ്പത്തില്ലാത്തവരാണോ? നിങ്ങൾക്ക് കൃഷിഭൂമി ഇല്ലാത്തവരാണോ? നിങ്ങൾക്ക് സമൃദ്ധമായ ദുനിയാവില്ലാത്തവരാണോ? എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തരും. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറാകണം. എന്താ നിങ്ങൾ റബ്ബിനൊരു ഗാംഭീര്യം കാണാത്തത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ ആയത്തുകളായിക്കൊണ്ട് നമുക്ക് ഓതി തരികയാണ്. അപ്പോൾ ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് തേടണം. പാപവും പേറി നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. സഹോദരന്മാരെ, ഒരു മാലിന്യം പേറി നമ്മൾ നടക്കൂ. ശരീരത്തിൽ, നമ്മുടെ ഡ്രസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചീഞ്ഞു നാറുന്ന റൂമിൽ നമ്മൾ കിടക്കുമോ? എന്നാൽ അതിനേക്കാൾ ഭീകരമായി ചീഞ്ഞു നാറുന്ന മനസ്സുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത മുള്ളിയും നുക്തത്തുൻ സൗദാ, വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും അത് വരും. അങ്ങനെ കറുത്തിരുണ്ട ഹൃദയമായി മാറും. എന്നാൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ സകല ഖൽബുഹു, അത് ഫിൽട്ടർ ചെയ്യപ്പെടും. എന്നാൽ ചില ആളുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല. കരി പിടിച്ചു നിൽക്കുന്ന ഹൃദയം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സബൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അതെ, അവരുടെ ഹൃദയങ്ങൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് കരി പിടിച്ചു നിൽക്കുകയാണ്. ആ അവസ്ഥ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തണേ, തൗബ ചെയ്യണേ. നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും അല്ലാഹു മഴയെ ധാരാളമായി നിങ്ങൾക്ക് പെയ്തു തരും. വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. നിങ്ങൾക്ക് ശക്തി തരും, ശാരീരികമായ ശക്തി തരും, മാനസികമായ ശക്തി തരും അല്ലാഹു സുബ്ഹാനഹു വ തആല.
മനസ്സിലായില്ലേ? ജിമ്മ് പോണേക്കാണ് ശക്തി ഇതിന് കിട്ടും, ദിക്റുകൾക്ക് കിട്ടും, ഇസ്തിഗ്ഫാറിന് കിട്ടും. അതൊക്കെ ഖുർആൻ കൊണ്ടോ ഹദീസും കൊണ്ടോ തെളിയിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അർത്ഥം പിന്നെ മറ്റുള്ള എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യേണ്ടെന്നല്ല. പക്ഷെ അത് മറന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് പോലും നമ്മളൊക്കെ കാണുന്ന കാഴ്ചയാണ്. പല ആളുകളും നമ്മുടെയൊക്കെ പള്ളികളിൽ ഏകദേശം ദശക്കണക്കിന് ആളുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ചൊല്ലി 2 റക്അത്ത് സുന്നത്തും ഹജ്ജിന്റെ പ്രതിഫലമുള്ള നിസ്കാരവും നിസ്കരിച്ച് ഇറങ്ങുന്ന സമയത്ത് കുറെ ആളുകളെ എക്സസൈസ് എടുത്ത് ഇങ്ങനെ വരികയാണ്. ഒരു സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതാണ് ഈ റമളാനിലെ ഈ സമയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനാ ഈ എക്സസൈസ് എടുക്കുന്നത്? 45, 50, 55 വയസ്സായ വല്യപ്പാരും അതേപോലെ തന്നെ ഷോർട്സും ഒക്കെ ചെയ്തോട്ടെ, നല്ല ട്രൗസറും ബനിയനൊക്കെ ഇട്ട് വരികയാണ്. എന്തിനാണ്? ആരോഗ്യം കിട്ടാൻ വേണ്ടി. ഇനി എത്ര ആരോഗ്യം കിട്ടും? പരലോകം ഇവിടെ ആളുകൾ പരലോകം ഉണ്ടാക്കണം. പ്രിയമുള്ളവരെ, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആളുകളെ ഇറങ്ങി വരികയാണ്. 7 മണിക്കും അതേപോലെ തന്നെ 8 മണിക്കും നിസ്കാരം കഴിഞ്ഞ് ചില ആൾക്കാർ 3, 4 ജുസു ഓതി വരുന്ന സമയത്ത് സാധുക്കളായ ആളുകൾ എക്സസൈസ് എടുത്ത് വരികയാണ്. സുബഹി സ്കെച്ച് ദിക്റെല്ലാരും കൂടി നേരല്ല, അത് ഗ്രൗണ്ടിക്ക് പാഞ്ഞതാണ് ഇതിന്റെ തടി എന്നേക്കാൻ. ഞാൻ അതിനെ കുറ്റം പറയല്ലേ, ഞാൻ പറയുന്നതിന്റെ മർമ്മം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വളരെ സങ്കടം തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് നമ്മൾ അനുഗ്രഹിച്ചുവല്ലോ. അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഈ തുച്ഛപ്പെട്ട ഈ വിശുദ്ധ റമളാനിൽ പോലും പള്ളിയിൽ കുറച്ചൊന്ന് ഇരുന്ന് കുറച്ച് ഖുർആൻ ഓതാൻ പോലും സമയമില്ല. കാരണം എന്താ? അവിടെ ക്യാപ്റ്റൻ വിളിക്കണം, ആ സമയത്ത് അവിടെ എത്തണം. അതിൽ പല മതസ്ഥരുണ്ടാവും. ഓൽക്ക് ഇപ്പൊ റമളാൻ ചൊവ്വാലും പെരുന്നാളൊന്നും ഇല്ലല്ലോ. ഇതാണ് അവസ്ഥ. അള്ളാഹുവിന്റെ പ്രിയം കിട്ടുന്ന ആളുകളാണ് തൗബ ചെയ്യുന്ന ആളുകൾ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്ത മടങ്ങുന്ന ആളുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അല്ലാഹ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ ഇനി സമയം അമാന്തിക്കാൻ പാടില്ല. സഹോദരന്മാരെ, റൂട്ട് തെറ്റിക്കണേ എന്ന് നമുക്ക് മനസ്സിലായാൽ, വാഹനം ഓടിച്ച് നമ്മൾ പോവുകയാണ്, ദീർഘദൂര യാത്രയാണ്, റൂട്ട് തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി പോട്ടെ, 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകാം. യു ടേൺ എടുക്കണം നമ്മളോട് പറയുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട് യു ടേൺ എടുക്കണം, തെറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കോ, ഒരു 10 കിലോമീറ്റർ കൊണ്ട് പോയിട്ട് യു ടേൺ ഇല്ല, അടുത്ത യു ടേൺ എവിടുന്ന് കിട്ടോ അവിടുന്ന് യു ടേൺ എടുക്കും. എന്നാൽ പാപത്തിന്റെ വിഷയത്തിൽ അമാന്തിക്കാൻ പാടില്ല. അപ്പൊ യു ടേൺ എടുക്കണം. പ്രശ്നമാണ്, ആ ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം അവർക്ക് തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, മ്ലേച്ഛത വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഔ ദലമു അൻഫുസഹും, അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ, ദക്കറുല്ലാഹ്, ഉടനെ അല്ലാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അവർ തെറ്റുകളിൽ നിന്നും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോ യു ടേൺ എടുക്കാൻ അവർ വൈകൂല മുഅ്മിനീങ്ങളായ ആളുകൾ. പിന്നെ നമ്മൾ നാളെയാകട്ടെ എന്ന് അത് ശൈത്താൻ ഉണ്ടാക്കി തരും എന്ന് നമുക്ക് ശൈത്താന്റെ പ്രവർത്തനങ്ങളായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. തൗബക്ക് അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് തൗബ ചെയ്യാൻ ശ്രമിക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. അല്ലാഹുവിനോട് നമ്മൾ മാപ്പിരക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. മറ്റുള്ള ആളുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. അവിടെ മസിനോട് ചെന്ന് പഠിച്ചോനെ എനിക്ക് പുറത്തിറങ്ങുന്ന പറയാം, ഓലി ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തുണ്ടായെന്ന് ഒരാൾ പറയുമ്പോൾ എനിക്ക് വിട്ടരില്ല. അത് ഭാര്യയോട്, ഭർത്താവിനോട്, ജ്യേഷ്ഠനോട്, അനിയനോട്, അയൽവാസിയോട്, സഹജീവിയോട്, കൂടെ ജോലി ചെയ്യുന്നവനോട് പുറത്തെടുക്കാൻ തയ്യാറല്ല. എന്നിട്ട് പഠിച്ചോനെ എനിക്ക് പുറത്തിരുന്നെന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമില്ല. അതേപോലെ തന്നെ ഹറാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊറുക്കലിനെ തേടണം. അവന്റെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ നടത്തണം. നിരാശപ്പെടാതിരിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വർദ്ധിപ്പിക്കുന്നതോടെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും. ഇനി ഞാൻ ഹറാമിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി തൗബ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റമളാൻ 17 ബദർ നടന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത തങ്ങൾ മനസ്സിലാക്കിയ ആദർശം അതനുസരിച്ച് മക്കയിൽ ജീവിക്കാൻ കുഫാറുകൾ അനുവദിച്ചില്ല. മദീനയിലേക്ക് പലായനം ചെയ്തു.
മദീനയിലേക്ക് പലായനം ചെയ്ത അവിടെയുള്ള മദീനക്കാരായ ആളുകളൊക്കെ അള്ളാഹുവിന്റെ യഥാർത്ഥമായ ദീന് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ മക്കക്കാർക്ക് വീണ്ടും മുഫാറുകൾക്ക് വീണ്ടും ഇരിക്കപ്പുറതിയില്ലാതെയായി. അവിടെ മുഹമ്മദ് സാമ്രാജ്യം കെട്ടി നമ്മൾ ആക്രമിക്കാൻ വരുമോ, അതുകൊണ്ട് അവിടെയും തകർക്കണം, അവിടെയും സമാധാനമില്ല. ജൂതന്മാരുമായി കൂടുകൂടി, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മറ്റു മുനാഫിക്കുകളെ പോലെയുള്ള ശത്രുക്കളുമായി കൂട്ടുകൂടി അവിടെയും പ്രയാസമുണ്ടാക്കും. അള്ളാഹിന്റെ കൽപ്പന വന്നു, വെറുതെ വിടാൻ പാടില്ല. അബൂ സുഫിയാന്റെ സൈന്യം വലിയ ലാഭം ഉണ്ടാക്കി മടങ്ങുകയാണ്. എന്തിനാ ലാഭം? ഇസ്ലാമിനെ തകർക്കാൻ, അത് പിടിച്ചെടുക്കണം. അള്ളാഹിന്റെ കൽപ്പന. റമദാൻ 17 നോമ്പ് നോറ്റു വരികയാണ് അള്ളാഹു റസൂലിന്റെ സഹാബത്ത്. എവിടുന്നാ വരുന്നത്? മദീനയിൽ നിന്നാ വരുന്നത്. മദീനയിൽ നിന്നും എവിടേക്ക്? ബദറിലേക്ക്. എത്രയാണ് ദൂരം, എത്രയാണ് പ്രിയമുള്ളവർ തീരും. എല്ലാത്തിനും തയ്യാറായ സഹാബത്ത് 313 പേരായിരുന്നു. യുദ്ധത്തിന് വന്നതല്ല, ആ സംഘത്തെ പിടിക്കാൻ വേണ്ടി, അവരെ സമ്പത്ത് പിടിക്കാൻ വേണ്ടി. കാരണം എന്താ? ഇസ്ലാമിനെ തകർക്കാനുള്ള സമ്പത്താണ്. മുഅ്മിനീങ്ങളുടെ സമ്പത്ത് ഒരുപാട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമ്പത്തും അതേപോലെ തന്നെ ഖുറൈശികളുടെ വർത്തക പ്രമുഖന്മാരും സമ്പത്തെല്ലാം ഒരുമിച്ച് മുസ്ലിമീങ്ങളുടെ സമ്പത്തും കൂടി എടുത്തിട്ട് ഷാമിലേക്ക് പോയി ലാഭം കൊയ്തുവരെയാണ് ഇസ്ലാമിനെ തകർക്കാൻ. അപ്പൊ അത് പിടിച്ചെടുക്കണം എന്ന് അള്ളാഹിന്റെ കൽപ്പന. അതായിരുന്നു ബദർ. യുദ്ധം പ്രതീക്ഷിച്ചു വന്നതല്ല, പക്ഷെ അത് യുദ്ധമായി പരിഗണിക്കപ്പെട്ടു. 313 ആളുകളും 1000-ഓളം വരുന്ന കുഫാറുകളും അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി. അള്ളാഹുവിന്റെ സൈന്യത്തെ ഇറക്കി. അള്ളാഹിന്റെ സൈന്യത്തെ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും പ്രിയമുള്ളവരെ? ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും ഇന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിയാസ നടത്തി. ആ റബ്ബിനോട് ചോദിച്ചു. പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് പടച്ച റബ്ബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ ബദറിൽ പോകുമ്പോൾ ഒരു മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്നൊരു പള്ളി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ടെന്റ് കെട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച സ്ഥലമാണ്. അവിടെ ഇന്നൊരു പള്ളിയുണ്ട്. മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞ പന്തൽ എന്നാണ് അർത്ഥം. അവിടെ നിന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിന്റെ പ്രവാചകരെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കേട്ടിട്ടുണ്ട് പ്രവാചകരെ. അബൂബക്കർ പറയും, ഇനി നിർത്തൂ നിങ്ങളെ കരച്ച്. അത്രത്തോളം അവർ വേദനിച്ചു റസൂലുള്ളാഹിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഇറക്കി. എന്തിനായിരുന്നു? തൗഹീദും ശിർക്കുമുള്ള യുദ്ധമായിരുന്നു. തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുകയുണ്ടായി. അതെ, വമാ അൻസല അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആനി. യൗമൽ ഫുർഖാൻ, സത്യവും അസത്യത്തെയും വിച്ഛേദിച്ച ദിവസമായിരുന്നു ബദർ. ഷിർക്കും കുഫറും കൂടി നിൽക്കൂല സഹോദരന്മാരെ. അത് എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷിർക്കാണ്. കുഫറും ഷിർക്കും തൗഹീദും അതേപോലെ തന്നെ ഈമാനും ഒരിക്കലും ഒന്നാവില്ല. ഷിർക്കും കുഫറും ഒരു ഭാഗത്താണ്, തൗഹീദ് ഈമാനും മറ്റൊരു. ഒന്ന് വെളിച്ചമാണ്, മറ്റൊന്ന് ഇരുട്ടാണ്. അതൊരിക്കലും ഒന്നാവില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ബദർ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അത് കേവലം ഒരു യുദ്ധമല്ല, ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിനുശേഷമാണ് ഇസ്ലാമിന് പുരോഗതി ഉണ്ടായത്, ധൈര്യം കിട്ടിയത്, ബലം കിട്ടിയത്. അള്ളാഹിന്റെ സഹായം വല്ലാതെ ഇറങ്ങി. എന്തുകൊണ്ട്? അവർ അതിനുള്ള യോഗ്യതയുള്ള ആളുകളായിരുന്നു, ഈമാനുള്ള ആളുകളായിരുന്നു അവർ. അവരുടെ ഹൃദയങ്ങളിലേക്ക് പടച്ചറബ് നോക്കി, അവരുടെ ഹൃദയങ്ങളിലെ ഈമാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവർക്കുണ്ടായി. ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യണം അവര്. മറ്റൊരു ഉഖ്റ കാഫിറത്തുൻ, അവർ കാഫിറുകളാണ്. അവർ ത്വാഗൂത്തിന്റെ മാർഗ്ഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. അവർ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരുടെ മാർഗ്ഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. അവർ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും രണ്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ആളുകൾക്ക് വിജയം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കോട് പറഞ്ഞു, അല്ലാഹുവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, എല്ലാം ചെയ്തു തരുന്ന റബ്ബ്. പക്ഷെ അവർ തയ്യാറായില്ല. അവർ റബ്ബിനെയും വിളിച്ചു, ലാത്ത ഉസ്സ മനാത്തമാരെയും, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയൊക്കെ വിളിച്ചു. അപ്പൊ ബദരീങ്ങൾ ആദർശം എന്താ? അള്ളാഹിനെ മാത്രം വിളിക്കണം. യാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതൊരു വിളി ബദരീങ്ങൾ വിളിച്ചിട്ടില്ല. ബദരീങ്ങൾ യാ അള്ളാഹ് എന്നുള്ള ഒരു വിളിയല്ലാതെ ഒരു വിളിയും വിളിച്ചിട്ടില്ല. ഇബ്രാഹിം എന്നോ ഇസ്മായിൽ എന്നോ ഹുസൈൻ എന്നോ അതേപോലെ തന്നെ യാ അലി എന്നോ ഒന്നും വിളിച്ചിട്ടില്ല. അതൊക്കെ ശിർക്കാണ്, അത് കുഫ്റാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ബദരീങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ ഒരാള് അള്ളാഹു അല്ലാതെ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ഒരാളെയും വിളിച്ചിട്ടില്ല. മമ്ര നിങ്ങളെ വിളിച്ചിട്ടില്ല, മുദീ ശൈഖിനെ വിളിച്ചിട്ടില്ല. അവരുടെ കാലത്ത്, ബദരീങ്ങളുടെ കാലത്ത് അതില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു അല്ലാത്ത ആരെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ത് പ്രയാസമുണ്ടെങ്കിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേവലാദികളുമെല്ലാം അള്ളാഹിനോടാണ് പറയേണ്ടത്. അതായിരുന്നു ബദരീങ്ങളുടെ ആദർശം.
പക്ഷേ ബദർ കഴിഞ്ഞു. ഇന്നിപ്പോൾ ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടുകയാണ്. എന്തിനാ ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടുന്നത്? ബദർ കഴിഞ്ഞ് എത്രയോ കാലം റസൂലുള്ളാഹി ജീവിച്ചു, റസൂലുള്ളാഹിന്റെ സഹാബത്ത് ജീവിച്ചു, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ നിന്നും ദീന് പഠിച്ച താബികൾ ജീവിച്ചു, താബികൾ ജീവിച്ചു, അഹ്ലുസുന്ന ജീവിച്ചു, ഉലമാക്കൾ ജീവിച്ചു. അവരാരും ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടിയിട്ടില്ല. ബദരീങ്ങളെ ആദർശം അവർ കൊണ്ടുനടന്നു. ബദരീങ്ങളുടെ ആദർശം കൊണ്ടുനടന്നു. ഇന്ന് ബദരീങ്ങളുടെ ശത്രുക്കളുടെ ആദർശം എന്തായിരുന്നു? അമ്പിയാലേക്കന്മാരെ വിളിക്കുക, അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവുണ്ട് എന്ന് ബദരീങ്ങളുടെ ശത്രുക്കളായ കുഫാറുകളുടെ ആദർശം, അതേ ആദർശം പുലുകി ഞങ്ങൾ ബദരീങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ബദരീങ്ങളാണ്ട് കൊണ്ടാടുകയാണ്. അവർ ബദരീങ്ങളെ വിളിക്കുന്നു. ബദറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ വിളിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ബദറിലും ഉഹുദിലും. അപ്പൊ ബദരീങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ബദരീങ്ങളുടെ ശത്രുക്കളുടെ ആദർശമാണ്. എന്ത് പ്രശ്നങ്ങളും ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ മാരകമായ അസുഖം വരുമ്പോഴൊക്കെ ബദരീങ്ങളെ വിളിക്കുന്ന ആൾക്കാർ. എന്നാൽ ബദരീങ്ങൾ അള്ളാഹുവിനെ വിളിക്കാനാണ് പഠിപ്പിച്ചത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ ആ തൗഹീദ് ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങൾക്ക് സഹായം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാര്, നമ്മൾ ഇന്ന് വല്ലാത്തൊരു പ്രയാസത്തിലാണ്. മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഒരു യുദ്ധമുഖത്താണ് അവരുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ ഏത് വിധേനയും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ, യാതൊരു സംശയവുമില്ല. അവരെ സഹായിക്കുന്ന ആളുകൾ, അത് അമേരിക്കയായാലും ആരായാലും, അവരുടെ ശത്രു ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ വളർച്ച ഇല്ലാതാക്കണം അവർക്ക്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഇസ്ലാമിന്റെ പ്രഭയെ കെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണവർ. ഇസ്ലാമിക രാജ്യങ്ങൾ പലതിനെയും തകർത്ത് കഴിഞ്ഞു. പിഞ്ചോമന മക്കളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, നരനായാട്ട് നടത്തുന്നു. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഷിയാക്കൾ. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളെ പലരെയും പിടിച്ചടക്കി അഹ്ലുസുന്നയെ ധാരാളമായി ലക്ഷക്കണക്കിനും അഹ്ലുസുന്നയുടെ രാജ്യങ്ങൾ പിടിച്ചടക്കിയ ആളുകൾ. അപ്പൊ ഇന്ന് ഇസ്ലാമിന്റെ രണ്ട് ശത്രുക്കൾ തമ്മിൽ യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യാനുള്ള ഈ പറയപ്പെട്ട അമേരിക്കയാകട്ടെ ഇസ്രായേലാകട്ടെ ഈ പറയപ്പെട്ട ഇറാനെ ആക്രമിക്കാൻ അവർക്ക് അർഹതയുണ്ട്? ഒരു അർഹതയില്ല. അവിടെ നമ്മൾ അതിനെ അപലപിക്കുന്നു, യാതൊരു സംശയമില്ല. പക്ഷെ അതിലൊരാൾ മരണപ്പെട്ടു, അയാൾ ഷഹീദാണത്ര. മരണം കൊണ്ട് ആരും മഹാനാകുന്നില്ല പ്രിയമുള്ളവർ, കർമ്മം കൊണ്ടാണ് മഹാനാകുന്നത്. ഈ ഷഹീദാണെന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം നമുക്ക് കാണുന്നത് അറബി ഭാഷയിൽ, നമുക്കൊക്കെ തിരിയുന്ന അറബി ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വളരെ മോശമായ രീതിയിൽ, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന സഹാബത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന മനുഷ്യൻ. സിറിയയിലും ലബനാനിലും യമനിലും ഒക്കെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, സുന്നി മുസ്ലിങ്ങളെ നരനായാട്ട് നടത്താൻ നേതൃത്വം കൊടുത്ത ഗ്രൂപ്പിലുള്ള ആളാണ് മരിച്ചത്. അപ്പൊ നമുക്ക് അയാൾ ഷഹീദായ എങ്ങനെ? നിങ്ങൾ ഓർക്കുന്നുണ്ട് ഐലൻ കുർദിയെ? ആ ചിത്രം നമ്മുടെ മനസ്സിലിപ്പോഴുണ്ട്. കുർദികളുടെ ആ ഒരു അന്ന് ലോകത്തിന്റെ പിടിച്ചു കുലുക്കിയ ചിത്രമായിരുന്നു ഐലൻ കുർദി, അല്ലേ? സ്വന്തം നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട കോടിക്കണക്കിന് പലായനം ചെയ്ത സുന്നി മുസ്ലിങ്ങളിൽപ്പെട്ട എത്രയെത്ര പിഞ്ചോമന മക്കൾ. ആരാ അതിന്റെ പിന്നിലുണ്ടായിരുന്നത്? ഷിയാക്കളായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അവരെല്ലാത്തവരുമുണ്ട്, ഷിയാക്കളുമുണ്ട്. ഷിയാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോ മുസ്ലിമീങ്ങളെ ധാരാളമായി അഹ്ലുസുന്നയെ കൊന്നൊടുക്കിയ കോടിക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ കാരണമായ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിനെ തെറി വിളിക്കുന്ന കാഫിറുകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനഹുല്ലാഹ്, അള്ളാഹു ശപിക്കട്ടെ എന്ന് പറയുന്ന അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിൽ 3-4 സഹാബികളൊക്കെ ബാക്കി എല്ലാവരും കുഫാറുകളാണെന്ന് പറയുന്ന ഷിയാക്കൾ. ഇവരിലൊരു നേതാവ്, അയാൾ മരിക്കണ സമയത്ത് തൗഹീദുള്ള നമുക്ക് ഏതായാലും അയാള് ഷഹീദാകാൻ പറ്റില്ല. എന്തേ ആയിക്കോട്ടെ, അദ്ദേഹം ഷഹീദാണ് എന്ന് പറഞ്ഞു വരുമ്പോ നമ്മുടെ വിശ്വാസം, നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യേണ്ടത് ഖുർആനും സുന്നത്തും പണ്ഡിതന്മാരുമാണ്. അതൊന്നും ഇപ്പൊ പറയണ്ട. അതെന്തേലായിക്കോട്ടെ, അല്ല, അതിന് ഷഹീദാണെന്ന് പറയുമ്പോൾ അത് ഷഹീദല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അതിലൂടെ ഷിയായിസം നമ്മളിലേക്ക് വരികയാണ്. അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്, നമ്മൾ തിരിച്ചറിയണം.
അത് നമ്മൾ തിരിച്ചറിയാം. അത്രേ ഉള്ളൂ. ഈ അധിനിവേശ ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ നമ്മൾ പറയുന്നു, അതിന് കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ കൂടെ നിൽക്കണം. ആ സമയത്ത് തന്നെ അതിലൂടെ ഷിയായിസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അത് കൊണ്ടുവരാൻ ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പറയുന്നത് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ എന്താ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു തെറ്റ്, ഒരു ഹറാമ് കാണുമ്പോ അത് തന്റെ കൈ കൊണ്ട് ഫൽ യുഗയ്യിർ ബിയദിഹി, അവന്റെ കൈ കൊണ്ട് പിടിക്കട്ടെ. വഇല്ലം യസ്തതി ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറയട്ടെ. വഇല്ലം യസ്തതി, അതിനും സാധിക്കുന്നില്ലെങ്കിൽ കൽബിഹി, അവന്റെ കൽബ് കൊണ്ട് വെറുക്കുകയും ചെയ്യട്ടെ, വെറുക്കെങ്കിലും ചെയ്യട്ടെ. ഉദാലിക അളാഫുൽ ഈമാൻ. നമ്മൾ ഈ തൗഹീദും അതേപോലെ തന്നെ സുന്നത്തിനെയും കണിശത പുലർത്തുമ്പോൾ ഈ ഷിയായിസം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ചില ആളുകളെ തിരിച്ചറിയാതെ അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ മുസ്ലിമാത്തുകളായ ആളുകളെയും പിഞ്ചോമനമായി പൈതങ്ങളെയും കൊന്ന് നരയാട്ട് നടത്തിയ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത്, ഇന്നും തന്നെ തുടങ്ങിയതല്ലത്. ഇങ്ങനെ ഷിയാക്കളുടെ നേതാക്കന്മാരും ക്രൂരന്മാരായ ഭരണാധികാരികളും കൊല്ലപ്പെടുന്ന സമയത്ത് അന്നൊക്കെ ഷഹീദാണ്. അന്നൊക്കെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അന്നൊക്കെ ഷഹീദാണ്. എന്നിട്ട് നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. അള്ളാഹിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. മൗനം പാലിച്ചാൽ അക്രമികളുടെ ആക്രമണത്തേക്കാൾ ഗുരുതരമാണ് അറിവുള്ളവന്റെ മൗനം എന്ന് ഹുക്കമാക്കൾ പറയുന്നുണ്ട്. അറിവുള്ളവന്റെ മൗനം വളരെ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മളതും തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളായ മുസ്തളീഫീങ്ങളായ ദുർബന്മാരായ മുഅ്മിനീങ്ങൾക്ക്, മുജാഹിദീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സമാധാനവും കൊടുക്കുമാറാവട്ടെ. അവർ പരീക്ഷണങ്ങൾ, എത്രയോ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുടെ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഷഹാദത്ത് മരിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിശ്വാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം, അത് പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അതിനോട് ശക്തമായ നിലപാടെടുക്കാനുള്ള തൗഫീക്ക്, മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നാം നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനാൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.